മകൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് അയാൾ മംഗലാപുരത്തുള്ള ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മകളെ കാണാൻ പോയത്. താൻ ചെല്ലുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാതെയാണ് മകൾ പഠിക്കുന്ന കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ നഗരത്തിൽ അയാൾ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് കൊണ്ട് അയാൾ മകൾക്ക് ഫോൺ ചെയ്തു. മോളെ, അച്ഛൻ മാംഗ്ലൂർ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് വിളിക്കുന്നത്. ഇവിടുന്ന് മോളുടെ ഹോസ്റ്റലിലേക്ക് വരാൻ ഏത് ബസ്സിലാണ് കയറേണ്ടത്? അത് കേട്ട മകൾ ഞെട്ടിപ്പോയി. അച്ഛനെന്തിനാ ഇങ്ങോട്ട് വന്നത്? 5 മണിക്ക് നാട്ടിലേക്കൊരു ട്രെയിനുണ്ട്, അതിൽ കയറി തിരിച്ചു പോയിക്കോളൂ. ഹോളി അവധിക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ കാണാം. മകൾ പറഞ്ഞത് കേട്ട് അയാൾ വിളറിപ്പോയി. നീ എന്താ മോളെ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് പിന്നെ അച്ഛാ, ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മ വിധവയാണെന്നാണ്. മോളെ, അയാളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയാതെ ഒരു നിലവിളി ഞെരിഞ്ഞമർന്നു. അമ്മയും ഞാനും സെപ്പറേറ്റഡ് ആയെങ്കിലും നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പില്ലേ? പിന്നെന്തിനാ മോൾ അങ്ങനെ പറഞ്ഞത്? അയാൾ വേദനയോട് ചോദിച്ചു. നിങ്ങൾ പിരിയുന്നതിന് മുൻപ് പല പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാകരുതെന്നും അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും. എന്നിട്ട് നിങ്ങളത് ചെയ്തു. അച്ഛന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലായിരുന്നല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. എന്നാലിപ്പോൾ അച്ഛൻ ജീവിക്കുന്നത് അമ്മ പറഞ്ഞ ആ സ്ത്രീയോടൊപ്പം അല്ലേ? മോളെ, അത് അന്നെനിക്ക് അവരോട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ നിന്റെ അമ്മയാണ് അവളുടെ ഭർത്താവിനെ കൂടി തെറ്റിദ്ധരിച്ച് അവളിൽ നിന്ന് അകറ്റിയത്. ഞാൻ കാരണമാണല്ലോ ആ പാവ സ്ത്രീ ഒറ്റയ്ക്കായതെന്ന കുറ്റബോധം കൊണ്ടാണ് ഞാനിപ്പോൾ അവരോടൊപ്പം താമസിക്കുന്നത്. എന്നുവെച്ച് മോളെ ഞാൻ മറന്നില്ലല്ലോ. എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ മോളെ കാണാൻ വന്നില്ലേ? അതെ, എന്നുവെച്ചാൽ അച്ഛനെ എനിക്ക് മുഴുവനായും കിട്ടില്ല. ആ സ്ത്രീയുടെയും അവരുടെ മക്കളുടെയും ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ അച്ഛൻ വരുമെന്നല്ലേ? അങ്ങനെ ഒരു പാർട്ട് ടൈം അച്ഛനെ എനിക്ക് ആവശ്യമില്ല. ഒറ്റ മകളായി ഞാൻ കൂടപ്പിറപ്പുകളില്ലാത്തതിൻ്റെ കുറവ് അറിയാതിരുന്നത് എൻ്റെ അച്ഛനും അമ്മയും കളിക്കൂട്ടുകാരായി എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമായി. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അച്ഛനെന്ന അധികാരം വെച്ച് ഇനി എന്നെ കാണാൻ വരരുത്. മോളെ, അറിവില്ലായ്മ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ ആശ്രയിക്കാതെ എൻ്റെ സഹായം ഇല്ലാതെ നിനക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിയില്ല. നിന്റെ അമ്മയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതോർത്ത് അച്ഛൻ തല പുകയ്ക്കണ്ട. ഞാൻ എങ്ങനെയും പഠിച്ചോളാം. ശരി, ഞാൻ വെക്കുക. അഹങ്കാരത്തോടെ മകൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ അയാൾക്ക് നീരസം തോന്നി. അപ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുമെന്ന അനൗൺസ്മെൻറ്റ് വന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് അയാൾ ആ ട്രെയിനിൽ കയറി വിൻഡോ സീറ്റിൽ ഇടം പിടിച്ചു. മെല്ലെ മുന്നോട്ട് ഓടിത്തുടങ്ങിയ ട്രെയിൻ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ സിഗ്നൽ കിട്ടാതെ നിർത്തിയിട്ടു. അതൊരു റെയിൽവേ ഗേറ്റുള്ള ജംഗ്ഷനായിരുന്നു. അലസമായി പുറത്തേക്ക് നോക്കിയ അയാൾ ആ കാഴ്ച കണ്ടു ഞെട്ടി. ഗേറ്റ് തുറക്കാനായി കാത്തുകിടക്കുന്ന വാഹനങ്ങളുടെ കൂട്ടത്തിൽ സ്വിഗ്ഗിയുടെ ഡെലിവറി ബാഗ് തോളിലിട്ട് അക്ഷമയുടെ ബൈക്കിൻ്റെ ആക്സിലേറ്ററിൽ മുറുകെ പിടിച്ചിരിക്കുന്ന തൻ്റെ മകൾ. ആ കാഴ്ച അയാളിൽ കുറ്റബോധം നിറച്ചു. അവൾ തന്നെ കാണാതെയിരിക്കാൻ ആത്മനിന്ദയോടെ അയാൾ മുഖം വെട്ടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.